ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പറയുന്നത് അക്കൗണ്ടിങ് ഇക്വേഷനെ കുറിച്ചാണ്. അക്കൗണ്ടിങ് ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അസറ്റ് ഈസ് ഈക്വൽ ടു ഇക്വിറ്റീസ്. ഇക്വിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ രണ്ടായി ഡിവൈഡ് ചെയ്തു. അത് ലയബിലിറ്റി, അതേപോലെ തന്നെ ക്യാപിറ്റൽ. ഓണേഴ്സ് ഇക്വിറ്റി, ഔട്ട്സൈഡേഴ്സ് ഇക്വിറ്റി, അങ്ങനെ രണ്ടായി ഡിവൈഡ് ചെയ്യാൻ. അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എന്നുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു. അത് വെച്ചിട്ട് നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം, അതെങ്ങനെ പ്രൂവ് ചെയ്യാന്നുള്ളത്. അതാണ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തരാം. ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ തരാം. ഈ ക്വസ്റ്റ്യൻ വെച്ചിട്ട് എങ്ങനെയാണ് നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്? അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എന്നുള്ള ആ ഇക്വേഷൻ എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ നോക്കുന്നത്, പിന്നെ പഠിക്കും. അപ്പൊ അതില് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ സാധാരണയായിട്ട് അക്കൗണ്ടിങ് ഇക്വേഷൻ നമ്മൾ സാധാരണയായിട്ട് എഴുതും. അസറ്റ് ഈസ് ഈക്വൽ ടു ഇക്വിറ്റീസ് എന്നുള്ളതാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ. ഇക്വിറ്റീസ് എന്നുള്ളത് ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എന്നുള്ള രീതിയിലും നമ്മൾ എഴുതും. അപ്പൊ എങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്? നമുക്കിപ്പോ തന്നിരിക്കുന്ന പ്രോബ്ലം എങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളതോ അതിനു വേണ്ടിയിട്ട് നമ്മൾ വരയ്ക്കുന്ന വര എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളത് നോക്കാം. അതേപോലെ തന്നെ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ശ്രദ്ധിച്ച് നോക്കാം. ഇവിടെ ട്രാൻസാക്ഷൻസ് ആണ്. ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിൽ നടക്കുന്ന പണപരമായ മൂല്യമുള്ള കാര്യങ്ങളൊക്കെയാണ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. ഈ സൈഡില് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അക്കൗണ്ടിങ് ഇക്വേഷൻ എഴുതാൻ വേണ്ടിയിട്ടാണ് ഈ സൈഡ് ഉപയോഗിക്കുന്നത്. ഈ സൈഡ് ട്രാൻസാക്ഷൻസ് എഴുതുക. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ ട്രാൻസാക്ഷൻസ് ഇതിലേക്ക് എഴുതുകയാണ് ചെയ്യുന്നത്. ഈ സൈഡില് അസറ്റ് ഈസ് ഈക്വൽ ടു ഇക്വിറ്റീസ് എന്നുള്ളത് അസറ്റ്. അത് പിന്നെയും നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്ത് എഴുതാം? അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ഓരോ ട്രാൻസാക്ഷൻ എടുത്തിട്ട് ഓരോ ട്രാൻസാക്ഷൻ ആയിട്ട് എടുക്കുക. ഒന്നാമത്തെ സ്റ്റാർട്ട് ബിസിനസ് വിത്ത് ക്യാഷ് എന്നുള്ളതാണ് ഒന്നാമത്തെ ട്രാൻസാക്ഷൻ. അപ്പൊ അങ്ങനെ ഓരോ ട്രാൻസാക്ഷനെയും രണ്ട് ആസ്പെക്റ്റുകൾ ഉണ്ടാവും നമ്മൾ പറഞ്ഞു. അത് നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, ഇൻകം, എക്സ്പെൻസ്, ഇത് ഏത് കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പൊ അതിന് അടിസ്ഥാനത്തിൽ വേണം നമ്മൾ ഇവിടെ ഹെഡിങ് എഴുതാൻ വേണ്ടി. അപ്പൊ ഇവിടെ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാപിറ്റൽ എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അവിടെ രണ്ട് ആസ്പെക്ട് എടുക്കുന്നത്, ഒന്ന് ക്യാഷ്. ക്യാഷ് നമ്മുടെ ബിസിനസ്സിലേക്ക് വരുന്നു, അതുകൊണ്ട് തന്നെ ക്യാഷ് എന്നുള്ളത് ക്യാഷ് അസറ്റ് ആണ്, അസറ്റിന്റെ സൈഡിലാണ് വരുന്നത്. അതേപോലെ തന്നെ ക്യാപിറ്റൽ മറ്റേ ക്യാപിറ്റലാണ്. അപ്പൊ അസറ്റിന്റെ സൈഡിൽ നമ്മൾ ക്യാഷ് എന്നുള്ളത് ക്യാഷ്. അടുത്തത് ഈ സൈഡില് ക്യാപിറ്റൽ എന്നുള്ളത്. ഏറ്റവും സൈഡിലാണ് ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എന്നുള്ളതാണ് കൂടുതൽ. ഈ രണ്ട് ആസ്പെക്ട് ഹെഡിങ് എഴുതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, അല്ലെങ്കിൽ വെട്ടും തിരുത്തൊക്കെ വേണ്ടി അതുകൊണ്ടാണ്. അങ്ങനെ ഓരോ ട്രാൻസാക്ഷൻ ആയിട്ട് എടുത്തിട്ട് അതില് എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ടെന്ന് നോക്കാം. അതിനനുസരിച്ച് ഹെഡിങ് എഴുതും. രണ്ടാമത്തെ നോക്കാം പർച്ചേസ് ഫർണിച്ചറാണ്. ഫർണിച്ചർ പർച്ചേസ് ചെയ്തതിൽ രണ്ട് ആസ്പെക്ട് ആണുള്ളത്. ഒന്ന് ഫർണിച്ചർ നമുക്ക് ഇങ്ങോട്ട് വന്നു, അതിന് പകരമായിട്ട് ക്യാഷ് നമ്മൾ കൊടുക്കുകയും ചെയ്യും. ഫർണിച്ചർ ഇങ്ങോട്ട് വന്നു, അതിന് പകരമായി ക്യാഷ് നമ്മൾ കൊടുക്കുകയും ചെയ്യും. അങ്ങനെ രണ്ട് കാര്യങ്ങൾ വരും. അപ്പൊ അതിൽ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന് അസറ്റാണ്, ഫർണിച്ചർ എന്ന് പറഞ്ഞ അസറ്റാണ്. അതേപോലെ തന്നെ മറ്റേ ക്യാഷാണ്, ക്യാഷും അസറ്റാണ്. അസറ്റിന്റെ സൈഡ് ഫർണിച്ചർ എന്ന് പറയുന്നത് ക്യാഷ് പ്ലസ് ഫർണിച്ചർ. പിന്നെ മൂന്നാമത് പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ്. ഗുഡ്സ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? ഗുഡ്സ് നമുക്ക് സ്റ്റോക്കാണ്, നമുക്ക് അസറ്റാന്ന് പറയുന്നത് സ്റ്റോക്ക് എന്നുള്ള പേരാണ് അറിയപ്പെടുന്നത്. ഫർണിച്ചർ പിന്നെ ഗുഡ്സിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? സാധാരണയായിട്ട് നമ്മൾ
സ്റ്റോക്ക് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് എഴുതാം സ്റ്റോക്ക് എന്നുള്ളത് പ്ലസ് സ്റ്റോക്ക്. ഇതും ഒരു അസറ്റിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ് സ്റ്റോക്കും. സ്റ്റോക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അസറ്റാണ്. അതുകൊണ്ട് തന്നെ അതും അവിടെ വരും. പിന്നെ അടുത്ത പർച്ചേസ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. കടമായി സാധനങ്ങൾ വാങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുക? നമ്മൾ അയാൾക്ക് പൈസ കൊടുക്കാനുണ്ടാവും. സാധനങ്ങൾ നമുക്ക് ഇങ്ങോട്ട് തന്നു, അതിന് പകരം അയാൾക്ക് പൈസ കൊടുക്കാനുണ്ടാവും. ബിസിനസ് ആർക്കെങ്കിലും പൈസ കൊടുക്കുകയാണെങ്കിൽ അവരെ നമ്മൾ ക്രെഡിറ്റേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ക്രെഡിറ്റേഴ്സ് എന്നുള്ള പേരിലാണ് വിളിക്കുക. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ക്രെഡിറ്റർ എന്നുള്ള ഇതും കൂടി വരുന്നുണ്ട്. ക്രെഡിറ്റർ നമ്മളെ സംബന്ധിച്ച ലയബിലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഈ സൈഡിലാണ് വരുന്നത്. അസറ്റിന്റെ സൈഡ് ഇവിടെയും ലയബിലിറ്റി സൈഡ് ഈസ് ഈക്വൽ ടു ക്രെഡിറ്റേഴ്സ് പ്ലസ് ക്യാപിറ്റൽ. അപ്പൊ ഇവിടെ ഹെഡിങ് ആയിട്ട് വരുന്നത് ക്യാഷ്, ഫർണിച്ചർ, സ്റ്റോക്ക്, ക്രെഡിറ്റേഴ്സ്, ക്യാപിറ്റൽ. ഇത്രയാണ് ഹെഡിങ് ആയിട്ട് വരുന്നത്. ഈ ഹെഡിങ് പിന്നീട് എഴുതിയാലും മതി. ഞാനിപ്പോ പെട്ടെന്ന് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ വായിച്ച് എഴുതുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ എഴുതുന്നത്. ഓരോ ട്രാൻസാക്ഷനും വരുന്ന സമയത്ത് ഹെഡിങ് എഴുതിയാലും മതി, കുഴപ്പമൊന്നുമില്ല. ഒന്ന് ആദ്യമായിട്ട് ഇങ്ങനെ ഹെഡിങ് എഴുതാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അത് കാര്യമാക്കണ്ട. നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ തൽക്കാലം ട്രാൻസാക്ഷൻ ഓരോന്നായിട്ട് എഴുതാം. ആ സമയത്ത് ആവശ്യമുള്ള ഹെഡിങ് പിന്നീട് എഴുതിയാലും മതി. ആ രീതിയിൽ വേണം ചെയ്യാം. ഇപ്പൊ ഇങ്ങനെ എഴുതുന്ന മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഹെഡിങ് ഓരോ പ്രാവശ്യവും അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്താൽ മതി. ഇനി ഇത്രയാണ് ഹെഡിങ് ആയിട്ട് വരുന്നത്. ഇതിന്റെ താഴെ തന്നെ വേണം ഓരോന്നിന്റെ എമൗണ്ട് എഴുതാൻ വേണ്ടി. ക്യാഷ് വരികയാണെങ്കിൽ ക്യാഷിന്റെ താഴെ വേണം. ഫർണിച്ചർ വരികയാണെങ്കിൽ ഫർണിച്ചറിന്റെ താഴെ വേണം. സ്റ്റോക്ക് വരികയാണെങ്കിൽ സ്റ്റോക്കിന്റെ താഴെ, ക്രെഡിറ്റേഴ്സ് വരികയാണെങ്കിൽ ക്രെഡിറ്റേഴ്സിന് താഴെ, ക്യാപിറ്റൽ വരികയാണെങ്കിൽ ക്യാപിറ്റലിന് താഴെ. അങ്ങനെ വേണം നമ്മൾ എഴുതാൻ വേണ്ടി. ഇവിടെ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ നോക്കാം. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. അപ്പൊ ട്രാൻസാക്ഷൻ ഇവിടെ എഴുതാം. സ്റ്റാർട്ടഡ് ബിസിനസ്. എന്നുള്ളതാണ് ഒന്നാമത്തെ ട്രാൻസാക്ഷൻ വിത്ത് ക്യാഷ്. പൈസ കൊണ്ടുവന്നു, ബിസിനസ്സിലേക്ക് പൈസ കൊണ്ടുവന്നു. രണ്ട് ആസ്പെക്ട് ഉണ്ട്. ബിസിനസ്സിലേക്ക് പൈസ കൊണ്ടുവന്നു, അതേസമയം അത് രണ്ട് അക്കൗണ്ടുകളെയാണ് ബാധിക്കുന്നത്, രണ്ട് കാര്യങ്ങളെയാണ് ബാധിക്കുന്നത്. ഇവിടെ ക്യാഷ് നമ്മുടെ ബിസിനസ്സിലേക്ക് വരുന്നു. അതുകൊണ്ട് ക്യാഷ് ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ക്യാഷിന്റെ അടിയിൽ 5,000 rupees ആണ് കൊണ്ടുവന്നത്. ക്യാഷിന്റെ അടിയിൽ എഴുതുന്നു. ക്യാഷിന്റെ അടിയിൽ നമ്മൾ 5,000 നമുക്ക് ഇങ്ങോട്ട് കിട്ടിയതായിട്ട് എഴുതും. 5,000 നമ്മുടെ ബിസിനസ്സിലേക്ക് വന്നതായി എഴുതുന്നു. 5,000 പ്ലസ് ഫർണിച്ചറിനെ ഇത് ബാധിക്കുന്നില്ല, അതുകൊണ്ട് ഫർണിച്ചറിന്റെ താഴെ 0 എന്ന് എഴുതുന്നു. സ്റ്റോക്കിനെ ഇത് ബാധിക്കുന്നില്ല, അതുകൊണ്ട് സ്റ്റോക്കിന്റെ താഴെ 0 എന്ന് എഴുതുന്നു. ഈസ് ഈക്വൽ ടു, ഇക്വേഷൻ അങ്ങനെയാണ്, ഈസ് ഈക്വൽ ടു ക്രെഡിറ്റേഴ്സിനെ ഇവിടെ ബാധിക്കുന്നില്ല, അതുകൊണ്ട് 0 എന്ന് എഴുതുന്നു. ഇവിടെ ക്യാപിറ്റലിനെയാണ് ബാധിക്കുന്നത്. 5,000 rupees ക്യാപിറ്റല് നമുക്ക് ബിസിനസ്സിലേക്ക് വന്നു. അപ്പൊ അത് ക്യാപിറ്റലിനെ ബാധിക്കുന്നുണ്ട്, അതുകൊണ്ട് 5,000 എന്നുള്ളത് ക്യാപിറ്റലിന് താഴെ എഴുതിയിട്ടുണ്ട്. ക്യാപിറ്റലിന്റെ താഴെ 5,000 എഴുതുന്നുണ്ട്. അത് കാരണം അത് ക്യാപിറ്റലിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സ്റ്റാർട്ടഡ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ആ സമയത്ത് ബിസിനസ്സിലേക്ക് 5,000 rupees കൊണ്ടുവരുന്നു. 5,000 rupees ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു? 5,000 rupees ബിസിനസ്സിലേക്ക് ക്യാഷ് ആയിട്ട് നമ്മുടെ ബിസിനസ്സിലേക്ക് വരുന്നു. അതേസമയം തന്നെ ക്യാപിറ്റൽ എന്നുള്ളത് ഒരു ലാബിലിറ്റിയാണ്, ഔട്ട്സൈഡേഴ്സ് ലാബിലിറ്റിയാണ്. അതിന്റെ ഓണർ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന പൈസയാണ്. അതുകൊണ്ട് തന്നെ ഓണർക്ക് തിരിച്ചു കൊടുക്കേണ്ട പൈസയാണ്. അതുകൊണ്ട് ക്യാപിറ്റലിന്റെ അടിയിൽ ആ പൈസ എഴുതുന്നു. മാത്രമേ ഉള്ളൂ. അടുത്ത പർച്ചേസ്ഡ് ഫർണിച്ചർ എന്നുള്ളതാണ് രണ്ടാമത്. ഇതൊന്ന്, രണ്ട്, പർച്ചേസ്ഡ് ഫർണിച്ചർ. പർച്ചേസ് ഫർണിച്ചർ ഇത് വായിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. ചെറുതാക്കി എഴുതുന്നതാണ്. സ്പേസിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് ചെറുതാക്കി എഴുതുന്നതാണ്. വായിക്കുന്ന സമയത്ത്, ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അതിനനുസരിച്ച് നിങ്ങൾ എഴുതിയാൽ മതി. പർച്ചേസ് ഫർണിച്ചർ എന്നുള്ളതാണ്. ഫർണിച്ചർ പർച്ചേസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ അടുത്തേക്ക് ഫർണിച്ചർ വരും. ഒരു ഫർണിച്ചർ നമ്മൾ വില കൊടുത്ത് വാങ്ങുമ്പോൾ നമ്മുടെ ബിസിനസ്സിലേക്ക് ഫർണിച്ചർ വരും. അതേസമയം ഈ ഫർണിച്ചർ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷ് കൊടുക്കും വേണം. എത്ര രൂപ ക്യാഷ് കൊടുക്കും? 1000 രൂപ ക്യാഷ് നമ്മൾ കൊടുത്തു. അപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പം ഉള്ള ക്യാഷ് എത്രയാണ്? നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള ക്യാഷ് 5,000 ആണ്. 1000 രൂപ ഫർണിച്ചറിന് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം? ഈ 5000 നിന്ന് വേണം എടുത്തു കൊടുക്കാൻ. അല്ലാതെ വേറെ പൈസ നമ്മൾ എടുത്തില്ല. ബിസിനസിന്റെ കൈവശം ആകെപ്പാടെയുള്ളത് 5,000 rupees ആണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും? നമ്മളെ സംബന്ധിച്ചിടത്തോളം വേറെ പൈസയൊന്നും നമ്മുടെ കൈവശം ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം? ഈ 5,000 നിന്ന് എടുത്തിട്ട് വേണം നമ്മൾ പൈസ കൊടുക്കാൻ വേണ്ടി. അതുകൊണ്ട് എന്ത് ചെയ്യും?
ഇതിൽ നിന്ന് 1000 രൂപ കുറയും. 1000 രൂപ ഇതിൽ നിന്ന് കുറയും. പിന്നെ ഇവിടെ ഒന്നും ആരെയും ബാധിക്കുന്നില്ല. ഫർണിച്ചർ നോക്കാം. ഇവിടെ ഫർണിച്ചറിന്റെ കാര്യത്തില് നോക്കിക്കഴിഞ്ഞാൽ 1000 രൂപയുടെ ഫർണിച്ചർ ഇങ്ങോട്ട് വരുന്നു. 1000 രൂപ നമ്മൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ 1000 രൂപയുടെ ഫർണിച്ചർ ഇങ്ങോട്ട് വരുന്നു. അത് വേണമെങ്കിൽ പ്ലസ് എന്ന് വേണമെങ്കിൽ എഴുതാം. പക്ഷെ ഒന്നും എഴുതുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം പ്ലസ് ചെയ്യണമെന്നതാണ്. അപ്പൊ 1000 രൂപയുടെ ഫർണിച്ചർ നമുക്ക് ഇങ്ങോട്ട് വരും. അതേസമയം തന്നെ സ്റ്റോക്കിനെ ഇവിടെ ബാധിക്കുന്നില്ല, ക്രെഡിറ്റേഴ്സിനെ ബാധിക്കുന്നില്ല, ക്യാപിറ്റലിനെ ബാധിക്കും. ഇതിനൊന്നും ബാധിക്കില്ല. ഇവിടെ ആകെപ്പാടെ ഇങ്ങനൊരു കാര്യം മാത്രം. അപ്പം ഫർണിച്ചർ പർച്ചേസ് ചെയ്യുന്നു. ഫർണിച്ചർ പർച്ചേസ് ചെയ്യുമ്പോൾ എവിടെ നിന്നാണ് പൈസ വരുന്നത്? നമ്മുടെ കൈവശം 5000 രൂപ ഉണ്ടായിരുന്നു. അതിൽ 1000 രൂപ എടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഫർണിച്ചർ വാങ്ങും. അപ്പൊ 1000 രൂപയുടെ ഫർണിച്ചർ നമുക്ക് ഇങ്ങോട്ട് വരുന്നു. 1000 രൂപ തിരിച്ചു കൊടുക്കും. അപ്പം എന്ത് ചെയ്യും? ഇത് ഒരു അക്കൗണ്ടിങ് ഇക്വേഷൻ ആയിട്ട് എങ്ങനെ എഴുതാം? ഇപ്പം അക്കൗണ്ടിങ് ഇക്വേഷൻ എന്തായിട്ട് മാറുന്നു? നമ്മുടെ കൈവശമുള്ള ക്യാഷ് എത്രയുണ്ട്? 5000 മൈനസ് 1000. അപ്പം 4000 റുപ്പീസ് മാത്രമേ നമ്മുടെ കൈവശം ഇപ്പൊ ഉണ്ടാവുള്ളൂ. അതിന് പകരമായിട്ട് നമുക്കിവിടെ ഒരു അസറ്റ് വന്നു. ഫർണിച്ചർ എന്ന് പറഞ്ഞൊരു അസറ്റ് വന്നു. ബാക്കി ഒന്നിനെ തന്നെ ബാധിക്കുന്നില്ല. ഇവിടെ 5000. ഇതാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ. ഒന്നാമത്തെ അക്കൗണ്ടിങ് ഇക്വേഷൻ. ഇത് രണ്ടും കൂടി കൂട്ടിയത് കഴിഞ്ഞാൽ, രണ്ട് സൈഡും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഈക്വൽ ടുന്റെ ഈ രണ്ട് സൈഡും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഈക്വൽ ടുന്റെ മറ്റേ സൈഡും സെയിം ആയിരിക്കും. ഈ സൈഡ് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 5000 കിട്ടും. ഈ സൈഡ് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 5000 കിട്ടും. അത് സെയിം ആണോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ കറക്റ്റാണ്, രണ്ട് സൈഡും കറക്റ്റാണ്. മൂന്നാമത്തെ നോക്കാം. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്നുള്ളതാണ് മൂന്നാമത്തെ. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ആണ്. പൈസ കൊടുത്തു, അതിന് പകരമായിട്ട് ക്യാഷ് കൊടുത്തു. 2000 രൂപയാണ് കൊടുത്തത്. 2000 രൂപ കൊടുത്ത് ഗുഡ്സ് വാങ്ങി. അപ്പൊ നമ്മുടെ കൈവശത്ത് നിന്ന് എന്ത് ചെയ്യും? 2000 രൂപ കുറഞ്ഞു. 2000 രൂപ കൊടുത്തിട്ടാണ് പൈസ വാങ്ങിയത്. അപ്പൊ നമ്മുടെ കൈവശം നേരത്തെ ഉണ്ടായിരുന്ന 4000 രൂപയാണ്. അതിൽ നിന്ന് 2000 രൂപ കൊടുത്തിട്ടാണ് നമ്മൾ ഫർണിച്ചർ ഗുഡ്സ് വാങ്ങി. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ 2000 രൂപ മൈനസ് 2000 എന്ന് എഴുതി. പ്ലസ് ഫർണിച്ചറിനെ ഇവിടെ ബാധിക്കുന്നില്ല, സ്റ്റോക്കിനെ ഇവിടെ ബാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഗുഡ്സിനെ ബാധിക്കുന്നില്ല. സ്റ്റോക്ക് ഗുഡ്സും ഒന്ന് തന്നെയാണെന്ന് പറഞ്ഞ് നമ്മൾ ഗുഡ്സ് വേണമെങ്കിൽ എഴുതാം. ബ്രാക്കറ്റില് എന്ത് ചെയ്യുന്നു? ഗുഡ്സ് 2000 റുപ്പീസിന്റെ ഗുഡ്സ് നമ്മുടെ അടുത്തേക്ക് വരും. 2000 റുപ്പീസിന്റെ ഗുഡ്സ് നമ്മളെ ബിസിനസ്സിലേക്ക് വരും. അതുകൊണ്ട് തന്നെ ബിസിനസ്സിലെ ഗുഡ്സിന്റെ താഴെ നമ്മൾ 2000 വരും. 2000 റുപ്പീസിന്റെ ഗുഡ്സ് നമ്മുടെ ബിസിനസ്സിലേക്ക് വരും. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ക്രെഡിറ്റേഴ്സിനെ ബാധിക്കുന്നില്ല, ക്യാപിറ്റലിനെ ബാധിക്കുന്നില്ല, അവിടെ ഒന്നും ബാധിക്കില്ല. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഗുഡ്സ് വാങ്ങി. 2000 റുപ്പീസിന്റെ ഗുഡ്സ് നമ്മൾ വാങ്ങി. പൈസ കൊടുത്താണ് വാങ്ങിയത്. നമ്മുടെ കൈവശം ഉണ്ടായിരുന്നത് 4000 രൂപയാണ്. 4000 നിന്ന് 2000 രൂപ എടുത്തിട്ടാണ് കൊടുത്തത്. അപ്പൊ 2000 രൂപ മൈനസ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യും? അവിടെ അതിന് പകരമായിട്ട് നമുക്ക് സ്റ്റോക്ക് കിട്ടി, അല്ലെങ്കിൽ ഗുഡ്സ് നമുക്ക് കിട്ടി. അത് ഇവിടെ എഴുതിയിരിക്കും. ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ വരവടച്ചിട്ട് രണ്ടാമത്തെ അക്കൗണ്ടിങ് ഇക്വേഷൻ നോക്കും. ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ നോക്കാം. അപ്പൊ എന്ത് ചെയ്തു? 4000 നിന്ന് 2000 കുറച്ചു, 2000 ആയിട്ട് മാറി. നമ്മുടെ കൈവശമുള്ള ക്യാഷ് 2000 ആയിട്ട് മാറി. ഫർണിച്ചർ നമ്മുടെ അടുത്തുള്ളത് 1000 രൂപയുടെ ഫർണിച്ചർ നമുക്ക് ഇവിടെ ഉണ്ട്. പിന്നെ 2000 രൂപയുടെ ഗുഡ്സ് നമുക്കുണ്ട്, അല്ലെങ്കിൽ സ്റ്റോക്ക് നമ്മുടെ അടുത്തുണ്ട്. ക്രെഡിറ്റേഴ്സ് ഇല്ല. 5000 ക്യാപിറ്റലും. ഇതാണ് രണ്ടാമത്തെ അക്കൗണ്ടിങ് ഇക്വേഷൻ. ഇവിടെ നമുക്ക് രണ്ട് സൈഡ് ഈക്വൽ ആണ് നോക്കുക. രണ്ടും 2000, 3000, 5000. ആ സൈഡ് 5000. അപ്പൊ ഈക്വൽ ടുവിന്റെ ഈ സൈഡിലേക്ക് 5000 രൂപയായി, ഈക്വൽ ടുവിന്റെ മറ്റേ സൈഡിലേക്കും 5000 രൂപയായി. അതുകൊണ്ട് തന്നെ അക്കൗണ്ടിങ് ഇക്വേഷൻ ഈക്വൽ ആണ്. അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എന്നുള്ള ആ ഇക്വേഷൻ കറക്റ്റ് ആണ്. രണ്ടാമത്തെ ഇത്രയും ട്രാൻസാക്ഷൻ കഴിഞ്ഞപ്പോഴും അക്കൗണ്ടിങ് ഇക്വേഷൻ കറക്റ്റ് ആയിട്ട് വരുന്നത്. ഇവിടെ സംഭവിച്ചിരിക്കുന്ന പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ് ആണ്. സാധനങ്ങൾ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങി. 2000 രൂപയുടെ സാധനങ്ങൾ വാങ്ങി. അപ്പൊ നമ്മുടെ അടുത്ത് ക്യാഷ് കുറഞ്ഞു. അതേസമയം തന്നെ അതിന് പകരമായിട്ട് ഗുഡ്സ് ഇവിടെ
കൂടിയിട്ടുണ്ട്, സാധനങ്ങൾ കൂടിയിട്ടുണ്ട്, 2000 രൂപ കൂടിയിട്ടുണ്ട്, ബാക്കിയൊന്നിനെയും ബാധിക്കുന്നുണ്ട്. ഇത്രയും 3 ട്രാൻസാക്ഷൻ. നാലാമത്തെ അവസാനത്തെ ട്രാൻസാക്ഷൻ ഇതാണ്, പർച്ചേസ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. പർച്ചേസ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. കടമായി സാധനങ്ങൾ വാങ്ങി. 2000 രൂപയുടെ സാധനം കടമായി വാങ്ങി. പൈസ കൊടുത്തില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? സാധനങ്ങൾ വാങ്ങി, പക്ഷെ പൈസ കൊടുത്തില്ല. പിന്നീട് പൈസ തരാന്ന് പറഞ്ഞു. ഇപ്പൊ പൈസ കൊടുക്കുന്നില്ല, പിന്നീട് മാത്രമേ പൈസ കൊടുക്കുള്ളൂ. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ക്യാഷിനെ ബാധിക്കുന്നില്ല. കാരണം നമ്മളിപ്പോ പൈസ കൊടുക്കുന്നില്ല, പിന്നീട് മാത്രമേ പൈസ കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ക്യാഷിനെ ബാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ക്യാഷിനെ ബാധിക്കാത്തതുകൊണ്ട് തന്നെ ഇവിടെ 0 എന്നുള്ളത് എഴുതാം. ക്യാഷിനെ ബാധിക്കുന്നില്ല, അല്ലെങ്കിൽ 0 എന്നല്ലെങ്കിൽ ഒരു വര വരച്ചാലും മതി. ഫർണിച്ചറിനെ ബാധിക്കുന്നുണ്ടോ? ഫർണിച്ചറിനെയും ബാധിക്കുന്നില്ല, 0. സ്റ്റോക്കിന്റെ കാര്യത്തിലെ ഗുഡ്സിന്റെ കാര്യത്തിലോ? ഗുഡ്സിനെ ബാധിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കടമായിട്ട് സാധനങ്ങൾ വാങ്ങി, സാധനങ്ങൾ നമ്മുടെ ബിസിനസ്സിലേക്ക് വന്നു. അതുകൊണ്ട് തന്നെ ഗുഡ്സിനെ ബാധിക്കുന്നുണ്ട്. ഗുഡ്സിന്റെ അടിയിൽ നമ്മൾ എഴുതാം. കാരണം സാധനങ്ങൾ നമ്മുടെ ബിസിനസ്സിലേക്ക് വന്നു. പൈസ കൊടുത്തില്ലെങ്കിലും സാധനങ്ങൾ നമ്മുടെ ബിസിനസ്സിലേക്ക് വന്നതുകൊണ്ട് അത് ഗുഡ്സിനെ ബാധിക്കുന്നുണ്ട്. ഗുഡ്സിന്റെ അണ്ടറിൽ നമ്മൾ എഴുതേണ്ടതാണ്. അടുത്തത് ഈ സൈഡ് നോക്കാം, ക്രെഡിറ്റേഴ്സ്. നമ്മൾ ബിസിനസ് ആർക്കെങ്കിലും പൈസ കൊടുക്കുകയാണെങ്കിൽ അവരെ നമ്മൾ വിളിക്കുന്നത് ക്രെഡിറ്റേഴ്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ബിസിനസ് ആർക്കെങ്കിലും പൈസ കൊടുക്കുകയാണെങ്കിൽ അവരെ നമ്മൾ ക്രെഡിറ്റേഴ്സ് എന്ന പേരിലാണ് വിളിക്കാറ്. അതുകൊണ്ട് തന്നെ ഇവിടെ സാധനങ്ങൾ വാങ്ങി നമ്മൾ 2000 രൂപ കൊടുക്കാണ്ട് അവരെ നമ്മൾ വിളിക്കുന്ന പേര് ക്രെഡിറ്റേഴ്സ് ആണ്. ലയബിലിറ്റിയാണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയാണ്. 2000 രൂപ കൊടുക്കാണ്ട്, ഇവിടെ 2000 രൂപ കൊടുക്കാണ്ട് അവരെ നമ്മൾ ക്രെഡിറ്റേഴ്സ് ആണ് വിളിക്കുന്നത്. അതുകൊണ്ട് ക്രെഡിറ്റേഴ്സിന്റെ അടിയിൽ 2000 രൂപ നേടും. 2000 രൂപ നമ്മൾ കൊടുക്കാണ്ട്, ക്രെഡിറ്റേഴ്സിന് കൊടുക്കാണ്ട്. ക്യാപിറ്റലിനെ അത് ബാധിക്കുന്നുണ്ട്. ഇവിടെ 2 കാര്യത്തെയാണ് ബാധിക്കുന്നത്. പർച്ചേസ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ആണ്, കടമായ സാധനങ്ങൾ വാങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? ഇവിടെ ക്യാഷിനെ അത് ബാധിക്കുന്നില്ല, കടമായിട്ടാണ് വാങ്ങിയിരിക്കുന്നത്. സാധനങ്ങൾ നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്, ഗുഡ്സ് നമ്മുടെ അടുത്തേക്ക് അല്ലെങ്കിൽ സ്റ്റോക്ക് നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. സ്റ്റോക്കിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു. നമ്മുടെ അടുത്ത് അത്രയും സ്റ്റോക്ക് കൂടുന്നു. അതേസമയം തന്നെ നമ്മൾ പൈസ കൊടുക്കാത്തതുകൊണ്ട് അവർക്ക് പിന്നീട് പൈസ കൊടുക്കേണ്ട ലയബിലിറ്റിയാണ്. ക്രെഡിറ്റേഴ്സ് വന്നാൽ ലയബിലിറ്റിയാണ്, ആ പൈസ കൊടുക്കേണ്ടി വരും, പിന്നീട് കൊടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ചെയ്യുന്നു അതിന്റെ താഴെ നമ്മൾ എഴുതുന്നു. ക്യാപിറ്റലിനെ ഒന്നും ബാധിക്കുന്നില്ല. ഇനി നമുക്ക് അക്കൗണ്ടിങ് ഇക്വേഷൻ കറക്റ്റ് ആണെന്ന് നോക്കാം. ഇവിടെ 2000 രൂപ തന്നെ വ്യത്യാസമൊന്നും വരുന്നില്ല. ഇവിടെ 1000 രൂപ തന്നെ വ്യത്യാസം വരുന്നില്ല. ഇവിടെ സ്റ്റോക്കിന്റെ വാല്യൂ 2000 പ്ലസ് 2000 4000 ആയി. ഇവിടെ 2000 രൂപ പുതിയതായിട്ട് വന്നു. 5000 രൂപ തന്നെ വ്യത്യാസമുണ്ട്. ഇതാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ. ഇനി നമുക്ക് ഇത്രയും ട്രാൻസാക്ഷൻ മാത്രമേ നമുക്ക് തന്നുള്ളൂ. ഇനി നമ്മൾ ചെയ്തത് കറക്റ്റ് ആണോ നോക്കാം. ഈ സൈഡിൽ ഈക്വൽ ടുവിന്റെ ഈ സൈഡിലേക്ക് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും നോക്കാം. ഈക്വൽ ടുവിന്റെ ഈ സൈഡിലേക്ക് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും നോക്കാം. 7000 ആണ് കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുക. ഈ സൈഡിൽ കൂട്ടിക്കഴിഞ്ഞാൽ 7000, 5000 പ്ലസ് 2000 7000. അപ്പോൾ അക്കൗണ്ടിങ് ഇക്വേഷൻ കറക്റ്റ് ആണ്. 2 സൈഡിലും ഈക്വൽ ആണ്. അതാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ കറക്റ്റ് ആണെന്ന് പറയുന്നത്. എപ്പോഴും അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എന്നുള്ള അക്കൗണ്ടിങ് ഇക്വേഷൻ. അത് കറക്റ്റ് ആണ്. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ രീതിയിലാണ് നമ്മൾ അക്കൗണ്ടിങ് ഇക്വേഷൻ. ക്വസ്റ്റ്യൻസ് വേറെ തരുന്നുണ്ട്, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക, ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നോക്കുക. ഇത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്, സാറിന് എക്സാമിന് ചോദിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ചെയ്ത് നോക്കാം. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ക്ലിയർ ചെയ്യുകയും ചെയ്യും. വ്യക്തമാവുന്നില്ല എന്നുണ്ടെങ്കിൽ, ക്ലിയർ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ സൂം ചെയ്തൊക്കെ നോക്കുക. ക്ലിയർ ആവുന്നുണ്ടെന്ന് നോക്കുക. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വേറെ കുറച്ചുകൂടി പ്രോബ്ലം വേണമെങ്കിൽ തരാം. അത് നമുക്ക് ഒന്നുകൂടി ചെയ്ത് നോക്കാം. ഇതിന്റെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോബ്ലംസ് ഞാൻ വാട്സാപ്പിൽ ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. അത് ചെയ്തിട്ട് എനിക്ക് ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് ഇപ്പം തന്നെ അയച്ചു തരിക, ചെയ്തിട്ട് അയച്ചു തരിക. ഓരോരുത്തരെയും ചെയ്തത് കറക്റ്റ് ആണെന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ അയക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ചെയ്തിട്ട് എനിക്ക് തിരിച്ച് അയച്ചു തരിക. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പം തന്നെ എനിക്ക് അയച്ചു തരാനായിട്ട് സാധിക്കും. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലിയർ ചെയ്ത് തരുന്നതിന് സന്തോഷമുള്ളൂ. അതുകൊണ്ട്